നമ്മൾ പകർച്ചവ്യാധികൾ വരുമ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഹോമിയോ പ്രതിരോധ മരുന്നുകൾ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കണ ഹോമിയോ പ്രതിരോധ മരുന്നുകൾ കഴിച്ചാൽ രോഗം വരില്ല, അല്ലെങ്കിൽ പകർച്ചവ്യാധി വരില്ല, കോവിഡ് വരില്ല, ചിക്കൻ പോക്സ് വരില്ല, അങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല അതിൻ്റെ ആക്ഷൻ. നമ്മൾ ഹോമിയോ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും, കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർ വരെ, നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസം ഉണ്ട്, സ്വയം ആർജിത പ്രതിരോധശേഷി. ഈ സ്വയം ആർജിത പ്രതിരോധശേഷിയെ ഉണർത്താനും ഉയർത്താനും വേണ്ടിയാണ് ഹോമിയോ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഓർക്കണേ, ഈ ഹോമിയോ മരുന്ന് പ്രതിരോധ മരുന്നായിട്ട് കഴിച്ചാൽ രോഗം വരില്ല എന്നാണ്. രോഗം വരാം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇമ്മ്യൂൺ മെക്കാനിസം, ഇമ്മ്യൂൺ പവർ ഡിഫറൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ ട്രിഗർ ചെയ്യുന്നു, അതിനെ ഉണർത്തുന്നു, ഉയർത്തുന്നു, രോഗം വരാതെ രോഗത്തോട് പോരാടാനുള്ള ഒരു ശക്തി ആർജിക്കുന്ന രീതിയിൽ ശരീരത്തെ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് ഹോമിയോ പ്രതിരോധ മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.